ഓക്കെ, ഫ്രീ കൺസെൻറ്റിൽ 5 പോയിൻറ്റ്സ് ആണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു. ഫ്രീ കൺസെൻറ്റിൽ കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. നൗ വി ക്യാൻ സീ മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. Actually, what is misrepresentation? Misrepresentation is an innocent misstatement of facts which are material for the contract. ഇന്നസെൻ്റ്ലി ഒരാളിനോട് അവരവർ തെറ്റാണെന്ന് അറിയാതെ ധരിച്ച് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, അത് പറഞ്ഞ് അയാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നെങ്കിൽ അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇന്നസെൻറ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ്. അയാൾക്ക് അറിയില്ല അത് തെറ്റാണെന്ന്, ചീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, മനഃപൂർവ്വമല്ല, ശരിയാണെന്ന് വിശ്വസിച്ചൊരു കാര്യത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഒരാളിനോടൊരു കാര്യം പറയുകയാണെങ്കിൽ അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. റെപ്രസെൻറ്റേഷൻ മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് മെയ്ഡ് ബൈ വൺ പാർട്ടി ടു അതർ വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസ് ദ അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മറ്റേ ആളിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഓൺലി മിസ്റെപ്രസെൻറ്റേഷൻ. Essentials or legal rules for misrepresentation we can see, that is must be of material facts. ദാറ്റ് ഈസ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി പ്രേരിപ്പിക്കാതെ മെറ്റീരിയൽ ആയിരിക്കണം, വാലിഡ്, അതിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി പ്രേരിപ്പിക്കത്തക്ക രീതിയിൽ അതിന് ഉപയോഗപ്രദമായിരിക്കണം. വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി ആയിരിക്കണം. ദാറ്റ് മെറ്റീരിയൽ ഫാക്ട്സ്, വാലിഡിറ്റി ഉള്ള ഒരു ഫാക്റ്റ് ആയിരിക്കണം. വാലിഡിറ്റി മീൻസ് ശരിയായിരിക്കണം എന്നല്ല, ആ കോൺട്രാക്റ്റിൽ ഒരാളിനെ ഏർപ്പെടുത്താൻ വേണ്ടി വാലിഡ് ആയിരിക്കണം. നെക്സ്റ്റ് മസ്റ്റ് ബി ഫോൾസ് ബട്ട് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓണസ്റ്റ്ലി ബിലീവ്സ് ഇറ്റ് ടു ബി ട്രൂ. അത് ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കണം, ആ പറയുന്ന ആളുടെ വിശ്വാസം അത് ശരിയാണെന്നായിരിക്കണം. നെക്സ്റ്റ് ഈസ് ഇൻഡ്യൂസ് അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. മിസ്റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഇൻഡ്യൂസ് അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. A false statement which amounts to misrepresentation must have been addressed by the person making it to the party who is misled by it. പറയുന്നത് അത് ആരാണോ അത് കാരണം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്നത് അയാളോടായിരിക്കണം. നെക്സ്റ്റ് ഇസ് ടു ഇൻഡ്യൂസ് അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. അതെപ്പോഴും കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്. അതർ പാർട്ടി മറ്റേ പാർട്ടിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി ആയിരിക്കണം ഇത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം അതിനെ മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ കാറ്റഗറിയിൽ കൊണ്ടുവരും. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ചീറ്റ് ദ അതർ പാർട്ടി. മനഃപൂർവ്വമായിരിക്കരുത്. അതുപോലെ ഇറ്റ് നീഡ് നോട്ട് ബി മെയ്ഡ് ഡയറക്ട്ലി ടു ദ പ്ലെയിൻറ്റിഫ്. ആ ഒരാളിനോട് പറയുന്ന ആരാണോ വാദി എന്ന് പറഞ്ഞ ആളിനോട് ഡയറക്റ്റ്ലി ആയിരിക്കണമെന്നില്ല, പക്ഷേ അയാളെ മറ്റേ കോൺട്രാക്റ്റിംഗ് പാർട്ടിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം. Next is effect of misrepresentation. Contract is voidable at the option of the party whose consent is obtained by misrepresentation. After the എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ ആണെന്ന് മനസ്സിലായല്ലേ, കോൺട്രാക്ട് വാലിഡ് അല്ല എന്നറിയുമ്പോൾ മിസ്റെപ്രസെൻറ്റേഷനിലൂടെ കോൺട്രാക്റ്റിൽ വന്ന ആരാണോ അയാളുടെ ഓപ്ഷൻ അനുസരിച്ച് അത് വാലിഡ് ആവാം. അതാണ് effect of misrepresentation. Next is difference between fraud and misrepresentation. Fraud is intentional. നമുക്കറിയാം നേരത്തെ misrepresentation as innocent activity and person making the statement known that it is false in case of fraud. In case of misrepresentation, person making the statement believes that it is true. Intention to deceive the other party in case of fraud, and in case of misrepresentation there is no intention to deceive the other party. Aggrieved party can claim damage from other party. In case of misrepresentation, aggrieved party cannot claim damage because he is doing it innocently. Next is contract is voidable even though the aggrieved party can discover the truth. ഇത് കോൺട്രാക്റ്റ് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അതായത് അവസാനം ഇത് ഫ്രോഡിലൂടെ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ അത് വേണ്ടാന്ന് വെക്കാം ഇൻ കേസ് ഓഫ് ഫ്രോഡ്. ബട്ട് ഇൻ കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ അഗ്രീവ്ഡ് പാർട്ടി കനോട്ട് അവോയ്ഡ് ദ കോൺട്രാക്ട് ഈവൻ ഹി ക്യാൻ വെൻ ഹി ക്യാൻ ഡിസ്കവർ ദ ട്രൂത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്തു പോകാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട്, ബിക്കോസ് ഹി ഈസ് നോട്ട് ഗോയിങ് ടു ചീറ്റ് ദ അതർ പാർട്ടി, അതുകൊണ്ട് അഗ്രീവ്ഡ് പാർട്ടിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കോൺട്രാക്റ്റ്. നെക്സ്റ്റ് ഈസ് ഫ്രോഡ് ഈസ് ടോർട്ട്, സിവിൽ റോങ് ആണ്. മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് നോട്ട് എ ടോർട്ട്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്നസെൻ്റ്ലി ഡൂയിങ് ആണ്, അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതാണെങ്കിൽ അതിനെയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഈസ് ആൻ ഇൻകറക്റ്റ് ബിലീഫ് about something which leads one party to misunderstand the other. ഒരാളിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ വേണ്ടി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ വേണ്ടി തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതാണ് മിസ്റ്റേക്ക്.
term mistake may be defined as an incorrect belief about something. Incorrect belief which leads one party to misunderstand the other. രണ്ട് പേർക്കും ആവാം ഈ മിസ്റ്റേക്ക്, ഒരാൾക്ക് മാത്രമാവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് നമുക്ക് ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് ഇതിൽ നോക്കി മനസ്സിലാക്കാം. Mistake can be two types, mainly mistake of fact and mistake of law. And mistake of fact can be divided into two, bilateral mistake and unilateral mistake. Bilateral mistake എന്ന് പറയുന്നത് mistake in which both the parties to an agreement are confused about the fact which is essential to the agreement. Bilateral mistake, common mistake എന്ന് പറയാം, mutual mistake എന്ന് പറയാം. രണ്ടുപേരും misunderstood ആണ്. അതാണെങ്കിൽ അതാണ് bilateral mistake. അതിൽ എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് എസെൻഷ്യൽ ഫാക്ട് ഓഫ് ആൻ അഗ്രിമെൻറ്റ്. മിസ്റ്റേക്ക് മസ്റ്റ് ബി അബൌട്ട് എക്സിസ്റ്റിംഗ് ഫാക്ട്. ഇതാണ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർ എസെൻഷ്യൽസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ ആൻഡ് മിസ്റ്റേക്ക് അബൌട്ട് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസ് ചെയ്താണോ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അതാണ് സബ്ജക്റ്റ് മാറ്റർ. മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ ആണെങ്കിൽ മിസ്റ്റേക്ക് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇപ്പം നിലവിലുള്ള കാര്യത്തെക്കുറിച്ചാണോ അത് നമുക്കറിയാൻ പാടില്ലെങ്കിൽ അത് മിസ്റ്റേക്ക് അബൌട്ട് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. മിസ്റ്റേക്ക് അബൌട്ട് ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ഓണർഷിപ്പിനെ കുറിച്ച്, ആ ഉള്ള എന്ത് കാര്യം, കാറിനെ കുറിച്ചാണെങ്കിൽ കാറിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ച് അൺനോൺ ആണെങ്കിൽ അത് മിസ്റ്റേക്ക് അബൌട്ട് ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയും. മിസ്റ്റേക്ക് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ, നമ്മൾ ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയില്ല, അല്ലെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് അറിയില്ല, മിസ്റ്റേക്ക് അബൌട്ട് ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. മിസ്റ്റേക്ക് അബൌട്ട് പ്രൈസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ഇതാണ് മിസ്റ്റേക്ക് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ. മിസ്റ്റേക്ക് അബൌട്ട് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് മിസ്റ്റേക്ക് അബൌട്ട് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇനി ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ the effect of bilateral mistake is that the agreement is void and cannot be enforced at the option of either party to the agreement. രണ്ടുപേരും മിസ്റ്റേക്കിലൂടെയാണ് ഇത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഒരു ഊഹമുള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയും കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. ഇനിയും നെക്സ്റ്റ് ഈസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. നമുക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്ക് പറയുമ്പോൾ തന്നെ അറിയാം, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഇസ് എ മിസ്റ്റേക്ക് ഇൻ വിച്ച് ഓൺലി വൺ ഓഫ് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് ഈസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ഫാക്ട്സ് വിച്ച് ആർ എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ്. എപ്പോഴും പറയുമ്പോഴും ഈ പറയുന്ന എന്ത് പറയുന്നോ, ഫ്രോഡ് ആണെങ്കിലും കൊയർഷൻ ആണെങ്കിലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിലും എല്ലാം വിച്ച് ഈസ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എ കോൺട്രാക്ട് ഓർ ക്രിയേറ്റ് ആൻ എഗ്രിമെൻറ്റ് എന്നാൽ മാത്രമേ അതിനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. നെക്സ്റ്റ് ഈസ് മിസ്റ്റേക്ക് ഓഫ് ലോ. മിസ്റ്റേക്ക് ഓഫ് ലോയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയെ കുറിച്ച് പറയുമ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ല, ലോയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതും പറയാൻ പറ്റില്ല മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയുടെ കേസിൽ. നമ്മളെ സംബന്ധിച്ച് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ആണെങ്കിൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് എക്സ്ക്യൂസിബിൾ ആണ് എന്ന് പറയാം. മാക്സിമം ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഫോറിൻ ലോ, ബട്ട് ഇൻ കേസ് ഓഫ് ഇന്ത്യൻ ലോ നമുക്ക് ലോയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. ഇത്രയേ ഉള്ളൂ. ഈ പോയിൻറ്റ്സ് നിങ്ങൾ റീഡ് ചെയ്യുക. മിസ്റ്റേക്കിനെ കുറിച്ചുള്ളത് ടെക്സ്റ്റിൽ വായിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന ആ പോർഷനാണ് കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് ഈസ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. അതിൽ നമ്മൾ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ സ്കിപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് കാണാം. അടുത്തത് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ക്വിസ് അടുത്തത് ഇത്രയും പഠിച്ചതിൻ്റെ ബേസിലോട്ട് ടെസ്റ്റ് പേപ്പർ നമുക്കിടാം. അത് നിങ്ങൾ ആൻസർ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. അത് ഇവാലുവേഷന് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.